ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വിദ്യ. ഞാൻ കുറേ നാളിന് ശേഷം വീഡിയോ ചെയ്യാണ്. എനിക്ക് കുറച്ച് മടിയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ചെയ്ത് തുടങ്ങുകയാണ് വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു അഫ്ഗാനി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റിയുമാണ്. ഇതിൽ കൂടുതൽ സ്പൈസി അല്ലാത്തത് കൊണ്ട് എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. പിന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ കുറച്ചളവിൽ മതി. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ അഫ്ഗാനി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ ഞാനിവിടെ കുറച്ച് മല്ലിയില, ഒരു 6 to 7 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 അത്യാവശ്യം വലിപ്പമുള്ള സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് മല്ലിയിലയും. ഇതൊരു മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഇതിലേക്ക് 1 കപ്പ് തൈര്, ഒരു നാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങേൻ്റെ നീര് പിഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല കുറച്ച് 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ബദാമും അണ്ടിപ്പരിപ്പും ഞാൻ പുതിർത്തി വെച്ചിട്ടുണ്ട്. അത് അരച്ചിട്ട് ചേർക്കണം. അത് ആദ്യം വേണമെങ്കിൽ ആദ്യം ചേർക്കാം, ഞാൻ പിന്നെയാണ് അരച്ച് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കിലോ ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇത് ഞാൻ നേരത്തെ കഴുകി ഇങ്ങനെ കുറച്ച് വരയൊക്കെ ആക്കി വെച്ചതാണ്, വരയൊക്കെ ആക്കി വെച്ചതാണ്. ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 1.5 മണിക്കൂർ ഇട്ട് 1 മണിക്കൂർ വരെ ഇതൊന്ന് ഇതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ കുറച്ച് മല്ലിയില കൂടുതൽ ചേർത്തിട്ടുണ്ട്. കുറവ് ഇഷ്ടമുള്ളവർ കുറവ് ചേർത്താൽ മതി. കളറിന് ചെറിയ മാറ്റം ഉണ്ടാവും. അതിലേക്ക് കുറച്ച് ഉരുക്കിയ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കൽക്കരി കത്തിച്ച് അതിൽ 1 സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് ഒരു സ്മോക്ക് ഈ ചിക്കനിൽ കൊടുത്തതിന് ശേഷം മൂടി വെച്ചതിന് ശേഷമാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ഈ ചിക്കൻ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഇത് കുറച്ച് ഗ്രേവി പോലെ വേവിച്ചെടുക്കുന്നതാണ്. അപ്പം അതിന് ശേഷം നന്നായിട്ട് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം പിന്നെ മറിച്ചിട്ട് എടുക്കുക. ഈ ചിക്കൻ മുഴുവൻ 2 പ്രാവശ്യമായിട്ട്
മുഴുവനും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ ഫ്രൈ ആക്കി ചിക്കനിലേക്ക് ചേർക്കാം. ബാക്കി മസാല ഗ്രേവി ഇതിലേക്ക് ചേർക്കാം. ബദാമും ഉള്ളിലേക്കും അരച്ചതിൻ്റെ ഒരു ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ട് തിളച്ച് കുറച്ചത് വറ്റുന്നത് വരെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്ന് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.